ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരാളെ പോലും കൊല്ലാൻ കഴിയാത്ത വളരെ സാധുവായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ. ഇയാൾക്ക് തോക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് അറിയില്ല, ഒരാളോട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ യാതൊരു കാര്യവും അറിയില്ല. ഇങ്ങനെയുള്ള ഈ ഡോക്ടറുടെ വീട്ടിൽ അയാളുടെ ഫാമിലിയിൽ ഒരു ദുരന്തം സംഭവിക്കുകയാണ്. ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് കയറി വന്ന 3 കള്ളന്മാര് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു കളയുന്നുണ്ട്, അതുപോലെ തന്നെ മകളെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ സന്തോഷത്തിൽ മുന്നോട്ടേക്ക് പോയിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് നരകം പോലെ ആവുകയാണ്. ആ ഒരു ഡോക്ടർക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ മകളെ ഉപദ്രവിച്ചത്, ഭാര്യയെ കൊന്നത് ആരാണെന്ന്. പിന്നീട് ഗണ്ണ് എങ്ങനെ പിടിക്കണമെന്ന് പോലും അറിയാത്ത ആ ഒരു മനുഷ്യൻ ഒരു വേട്ടനായെ പോലെ ആവുകയാണ്. വെറി പിടിച്ച് നടക്കുകയാണ്. തന്റെ മകളെ അല്ലെങ്കിൽ ഭാര്യയെ കൊന്നവനെ ഇതൊന്നും നോക്കാതെ കൺമുന്നിൽ കാണുന്ന എല്ലാ ക്രിമിനൽസിനെയും രാത്രി കാലങ്ങളിൽ കൊന്നൊടുക്കുകയാണ് ഇയാൾ. എന്തായാലും ആ ഒരു മനുഷ്യന്റെ പ്രതികാര കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോകുകയല്ലേ ആ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ വലിയൊരു നഗരം കാണിക്കുകയാണ്. വളരെയധികം തിരക്കുള്ള വലിയൊരു നഗരം, ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഇവിടെയുള്ള ആളുകളെ അങ്ങനെ പെട്ടെന്നൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ റേഡിയോയിലൂടെയൊക്കെ ആ ഒരു വാർത്ത വരാൻ തുടങ്ങുകയാണ്. എവിടെ നോക്കിയാലും കൊലപാതകം, റേപ്പ് കേസുകൾ, ക്രിമിനൽസിന്റെ വിളയാട്ടം തന്നെയാണ് ഈ ചിക്കാഗോ സിറ്റിയിൽ. ഇവരെല്ലാവരെയും പിടിച്ചു കെട്ടേണ്ട, അല്ലെങ്കിൽ ഇവരെ അകത്താക്കേണ്ട, ഇവരെയെല്ലാം ഒരു ചൊൽപ്പടിക്ക് നിർത്തേണ്ട പോലീസുകാര്, നിയമം ഇതൊക്കെ എന്താക്കാണ്? നിയമം കിടന്ന് ഉറങ്ങുകയാണോ എന്നൊക്കെ റേഡിയോ ജോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്. കാരണം ഏതൊരുത്തിന്റെ കയ്യിലും ആയുധം, ഗണ്ണ് തോന്നിയതുപോലെ ഷൂട്ട് ചെയ്യുക, ഇവർക്ക് എന്താ യാതൊരു ഭയമില്ലേ? ഇവിടുത്തെ സിസ്റ്റക്ക് എന്താക്കുകയാണ്? ഇവിടുത്തെ പൗരന്മാർക്ക് എന്ത് രക്ഷയാണുള്ളത്? പറഞ്ഞു തീർന്നില്ല. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു വാഹനത്തിൽ വെടിയേറ്റ് കിടക്കുന്ന ഒരു പോലീസുകാരനെയാണ്. ഈ പോലീസുകാരനെയും കൊണ്ട് മറ്റൊരാൾ വേഗം തന്നെ സ്റ്റേഷനിലേക്കല്ല ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പോലീസുകാരുടെ അവസ്ഥ തന്നെ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ആ ഒരു പോലീസുകാരനെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പോള് വേഗം തന്നെ വന്നിട്ട് ആ ഒരു പോലീസുകാരനെ നോക്കുകയാണ്. ബട്ട് ആ ഒരു മനുഷ്യൻ രക്തം പോയിക്കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരെ ഷൂട്ട് ചെയ്ത ആ ഒരു ക്രിമിനലിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവനും വെടിയേറ്റിട്ടുണ്ട്. ഇപ്പൊ പൗള് വന്നിട്ട് പോലീസുകാരനോട് പറയാണ്, എനിക്ക് ആ ഒരു ക്രിമിനലിനെ നോക്കിയേ മതിയാവുള്ളൂ, കാരണം ഓരോ ജീവനും അത് വിലപ്പെട്ടതാണ്. ഇത് പറഞ്ഞുകൊണ്ട് സർജറി റൂമിലേക്ക് പൗള് പോവാണ് കേട്ടോ. അതായത് അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഓരോ ജീവന്റെ വിലയും നന്നായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ പൗള്. ഇവിടെ സീൻ കട്ടായി സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ഡെത്ത് വിഷ്. ഇതിനുശേഷം നേരെ നമ്മുടെ പൗളിന്റെ ഫാമിലിയെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട് ലൂസി, അതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു മകളുമുണ്ട് ജോർദാൻ. എന്തായാലും ഒരു ഹാപ്പി ഫാമിലിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ജോർദാന് മറ്റേതൊരു നാട്ടിൽ നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അധികം വൈകാതെ അവൾ അങ്ങോട്ടേക്ക് പോവാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു കോളേജാണ്, അതുകൊണ്ട് അവൾ നല്ല സന്തോഷത്തിലാണ്. മകൾ ഇതുപോലെ സന്തോഷത്തിലായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഹാപ്പിയാണ്. എന്തായാലും ഇതിനുശേഷം ജോർദാനെയും കൂട്ടിയിട്ട് ഈ ലൂസിയും അതുപോലെ തന്നെ പോളും കൂടെ എന്തോ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയി. ഈ ജോർദാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ മകളെ പുറത്തിരുന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അത്ര നന്നായിട്ട് കളിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ അച്ഛനും ഗ്രൗണ്ടിന്റെ പുറത്തുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് പറയാണ്, നിനക്കൊക്കെ എന്താടി മര്യാദക്ക്, വെറുതെ തിന്ന് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് മകളെ വല്ലാത്ത രീതിയിൽ ഇയാളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരൊക്കെ പൗൾ ഇത് കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷമ കെട്ടുപോവാണ്. അതായത് ദേഷ്യം വരുമെന്നല്ല കേട്ടോ. പൗള് ഇയാളോട് ചോദിക്കണം, അല്ല അത് നിങ്ങളുടെ മോളല്ലേ, അവളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? മാക്സിമം പ്രോത്സാഹനം കൊടുക്ക്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛന് ദേഷ്യം വരികയാണ്. അത് ചോദിക്കാൻ നീ ആരടാ? നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ മകൾ അവിടെ കളിക്കുന്നില്ലേ, അവളുടെ കാര്യം നോക്ക്, വെറുതെ എന്റെയും എന്റെ മകളുടെയും കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട. ഇത് കേട്ടപ്പോൾ പൗളിന് ദേഷ്യം വന്നില്ല, പക്ഷെ ലൂസിക്ക് ദേഷ്യം വരാണ്. പൗളിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. തോന്നിവാസം കാണിച്ചിട്ട് എന്റെ കെട്ടിയവനും മെക്കിട്ട് കയറുന്നോടാന്ന് പറഞ്ഞിട്ട് അവനോട് ഈ ലൂസി തിരിച്ച് എന്താ പറയാ ചൂടാവുകയാണ്. ഇത് കണ്ടപ്പോ മറ്റേ ഒരു മനുഷ്യൻ പറയാണ്, എടാ നിന്റെ കെട്ടിയോളെ വെറുതെ ഇങ്ങോട്ടേക്ക് വിടണ്ട, ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. എടാ നിനക്കൊക്കെ ഉളുപ്പുണ്ടോടാ? കെട്ടിയോളെ മുന്നിൽ നിർത്തിയിട്ട് നീ ബേക്കിൽ പോയി നിൽക്കുന്നു, നാണുണ്ടോ നിനക്ക്? ഇപ്പൊ നമ്മുടെ പൗൾ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല കേട്ടോ. അയാൾക്ക് അങ്ങനെ ദേഷ്യം വരുമൊന്നുമില്ല. ഇപ്പൊ ലൂസി വിളിച്ചിട്ട് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോവാണ്. ഇതുപോലുള്ള ബഹളത്തിനോ അല്ലെങ്കിൽ വഴക്കിനൊന്നും താല്പര്യമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ പൗൾ ചോദിക്കും. ബേസിക് ആയിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം ഈ ഒരു മനുഷ്യൻ കാണിക്കും കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ട്. അതുകൊണ്ടാണ് ആ ചങ്ങായിന്റെ മോളാണ് അവിടെ കളിക്കുന്നത്, അവള് മോശമായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ വളരെ മോശം തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം പൗള്, ജോർദാന്, ലൂസി ഇവർ 3 പേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. മാത്രമല്ല പൗളിന്റെ ചേട്ടനും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേര് ഫ്രാങ്ക് എന്നാണ്. ചേട്ടൻ ആളത്ര വെടിപ്പായിട്ടുള്ള ആളല്ല. മുമ്പൊക്കെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആള് നല്ല മനുഷ്യനായിട്ടോ. പക്ഷെ ജയിലിൽ പോയതുകൊണ്ട് തന്നെ ആരും ജോലി കൊടുക്കാറില്ല, ഇയാളുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും കാശിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അനിയനായിട്ടുള്ള പൗളാണ് കാശൊക്കെ കൊടുക്കാറ്. ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അതുപോലെ തന്നെ അച്ഛന്റെ ചേട്ടനെ നമ്മുടെ ജോർദാന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു, കുറെ നേരം സംസാരിച്ചു. ഇവർ പുറത്തേക്ക് വരികയാണ്. വലിയ ഹോട്ടലായതുകൊണ്ട് തന്നെ ഇവരുടെ കാറ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയിടാനും അവിടുന്ന് കൊണ്ടുവരാനായിട്ടുള്ള പയ്യന്മാരുണ്ടാവും. അപ്പോൾ ഫ്രാങ്കിന്റെ ആ ഒരു കാറ് ഒരു പയ്യൻ പാർക്കിങ്ങിൽ നിന്ന് എടുത്ത് അവന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പയ്യന്റെ കയ്യിൽ ഒരു അടയാളം നമ്മുടെ പൗള് കാണുന്നുണ്ട്, എംജെ. ഓ
MJ എന്നൊക്കെ പച്ച കുത്തിയിട്ടുണ്ടല്ലോ, നീ മൈക്കിൾ ജാക്സന്റെ ഫാനാണോ എന്ന് പൗള് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, എന്റെ പേര് മൈക്കിൾ ജാക്വിൽ എന്നാണ്, സോ അതാണ് ഞാനിവിടെ പച്ച കുത്തിയിരിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. എന്തായാലും ഫ്രാങ്കിന്റെ കാർ കിട്ടിയല്ലോ. ആ ഒരു കാറുമായിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ പോൾ അവനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ബുധനാഴ്ച മറക്കണ്ട, പാർട്ടി ഉണ്ട്, ഇന്ന സ്ഥലത്താണ്, അങ്ങോട്ടേക്ക് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ഈ പയ്യൻ ഈ പാർട്ടിയുടെ കാര്യം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല പോളിന്റെ കാർ എടുക്കാനായിട്ട് അവൻ നേരെ പാർക്കിങ്ങിലേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറിയ വാർഡ് തന്നെ ഇതില് GPS ലൊക്കേഷനും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റൂട്ട് മാപ്പും ഉണ്ടാവും. ഇത് അതിൽ നിന്നും ഇവൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല ഇവരുടെ വീടിന്റെ അഡ്രസ്സ് എവിടെയാണെന്നും അതിൽ നോക്കി ഇവൻ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ഇവന്റെ മുഖത്ത് എന്തൊക്കെയോ ചില ഭാവ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്തോ ഇവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം പൗളിന് ആ ഒരു കാർ കൊണ്ടേ കൊടുക്കുകയാണ്. ഈ ഒരു ഫാമിലി, അതായത് പോളിന്റെ ഫാമിലി കാറുമായിട്ട് നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ പോള് പറഞ്ഞ ഒരു ദിവസം വന്നിട്ടുണ്ട്. ഇന്നാണ് ബുധനാഴ്ച, ഇന്നാണ് പാർട്ടിക്ക് പോകേണ്ട ദിവസം. എല്ലാവരും നന്നായിട്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങുന്നുണ്ട്. അതുപോലെ ഇന്ന് തന്നെയാണ് നമ്മുടെ പോളിന്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പോളിന് അവന്റെ ഭാര്യ ലൂസി ഒരു വാച്ച് നൽകുന്നുണ്ട്. എന്തായാലും അത് ധരിച്ചുകൊണ്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് എല്ലാവരും കൂടെ ആ ഒരു ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പോളിന് കോള് വരികയാണ് ആശുപത്രിയിൽ നിന്നാണ്. ഇതുപോലെ ഒരു അർജന്റ് കേസ് വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ വരണമെന്ന്. അറിയാലോ പോളിന്റെ കാര്യം, ജോലിയുടെ കാര്യത്തിൽ അത്രയും പെർഫെക്റ്റ് ആണ്. മീൻസ് അത് വിട്ടൊരു കളിയില്ല ഈ പോളിന് നന്നായിട്ട് അറിയുന്ന ലൂസി, അതുപോലെ തന്നെ മകളായിട്ടുള്ള ജോർദാൻ നല്ല രീതിയിൽ തന്നെ പോളിനോട് പറയാണ്, അച്ഛൻ ഒരു കുഴപ്പമില്ല, അച്ഛൻ ആ ഒരു വർക്കിന് പോയിട്ട് പോവാം, നമുക്ക് പിന്നൊരു ദിവസം ഇതുപോലെ പാർട്ടിക്ക് പോകാം, ഓക്കെ അല്ലേ. എന്തായാലും ഫാമിലിയുടെ ഭാഗത്ത് ഇത്ര സപ്പോർട്ട് കിട്ടുമ്പോൾ ഇയാൾ നല്ല രീതിയിൽ തന്നെ പോകുമല്ലോ. പോൾ എന്തായാലും സന്തോഷത്തോടു കൂടി തന്നെ ആശുപത്രിയിലേക്ക് ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തോ ഒരു സർജറിയുടെ കേസാണ്. എന്നാൽ പോള് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ ലൂസിയും ജോർദാനും കൂടെ പുറത്തേക്ക് പോവാണ്. കാരണം പോള് തിരിച്ചു വരുമ്പോൾ അച്ഛനെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കേക്ക് മേടിക്കാന്ന് ജോർദാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഇവർ പോയത്. പോയി തിരിച്ചു വന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവരുടെ വീടിന്റെ പുറത്തായിട്ട് ഒരു വാൻ ഉണ്ടായിരുന്നു. ആ ഒരു വാൻ ഇവർ കാണുന്നില്ല കേട്ടോ, നോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് വന്ന സമയത്ത് തന്നെ ലൂസി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കേക്ക് വാങ്ങുകയില്ല, കേക്ക് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടി ഇവർ പുറത്തേക്ക് പോയതാ. ഒരു പുസ്തകത്തിലേക്ക് നോക്കിയിട്ടാണ് ലൂസി ആ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ വീടിന്റെ മുകളിലേക്ക് നമ്മുടെ ജോർദാൻ എന്തോ ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൂസി നോക്കുമ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബുക്ക് നോക്കുന്നില്ലേ, ഇതിന്റെ പേജുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് മറഞ്ഞു പോകണം. ഇതെന്തെങ്ങനെ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനല് തുറന്നു കിടക്കുകയാണ്. ഇതിപ്പോ ആരെ തുറന്നിട്ടെ, ഞാൻ പോകുമ്പോൾ അടച്ചിട്ട് പോയതാണല്ലോ, ചിലപ്പോ മറന്നു പോയതായിരിക്കും എന്ന് കരുതിയിട്ട് ലൂസി ആ ഒരു ജനൽ അടക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ ഒരാൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ ആ ഒരു ചെളിയുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ നമ്മുടെ ലൂസിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ജോർദാൻ ഉറക്കനെ വിളിക്കണം, മോളെ താഴേക്ക് വേഗം വാന്ന് പറഞ്ഞിട്ട്. എന്നാൽ അപ്പോഴേക്കും മുകളിലേക്ക് പോയ ജോർദാനെ അങ്ങോട്ടേക്ക് മാസ്ക് ഇട്ട് വന്ന ഒരാൾ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഉണ്ടായിരുന്ന ലൂസിയും പിടിക്കുകയാണ്. ടോട്ടൽ 3 ആൾക്കാർ ഇവിടെ പിടിച്ചിട്ടുണ്ട്. മുഖത്തെല്ലാം ഒരു പ്രത്യേക രീതിയിൽ മാസ്ക് ഇട്ടതുകൊണ്ട് തന്നെ ഇവരാരാണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊന്നുമില്ല. ഈ വന്ന ആൾക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് യാതൊരു ഉദ്ദേശവുമില്ല, ഞങ്ങൾക്ക് വേണ്ടത് കാശാണ്, അത് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ മുകളിലെ ആ ഒരു ലോക്കർ റൂമിലേക്ക് ലൂസിയും കൂട്ടിയിട്ട് ഒരാൾ പോകുന്നുണ്ട്. ഇപ്പൊ ജോർദാന്റെ അടുത്ത് 2 പേരുണ്ട്. ഇപ്പൊ ജോർദാനെ കെട്ടിയിടാനായിട്ട് ഞാനൊരു കയർ എടുത്തിട്ട് വരാന്ന് ആ കൂട്ടത്തിൽ ഒരുത്തൻ പുറത്തേക്ക് പോയ സമയത്ത് മൂന്നാമത്തെ ആള് ഇവനൊരു ഇത്തിരി കഴപ്പ് കൂടിയ ആളാണ്. അപ്പോൾ സെക്ഷുവലി നമ്മുടെ ഈ ഒരു ജോർദാനെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവൻ ശ്രമിക്കുന്നുണ്ട്. അവള് പരമാവധി തെന്നി മാറാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ കയറെടുക്കാൻ പോയ ആള് തിരിച്ചു വന്നിട്ടുണ്ട്. അവളിപ്പോ ആ ഒരു സ്റ്റൂളിൽ കെട്ടിയിടാൻ നോക്കുമ്പോൾ മറ്റേ ആള് ഇതേ പരിപാടി തന്നെ ചെയ്യാണ്. ഇപ്പൊ ആ ഒരു കള്ളം പറയണം, ഡാ വന്ന പണി ചെയ്യും, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. അതായത് കഴപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ മുകളിലേക്ക് പോയിട്ടുള്ള ആ ഒരു കള്ളനെയും ജോർദാന്റെ അമ്മയും കാണിക്കുകയാണ്, അതായത് ലൂസിയെ. ഷെൽഫെല്ലാം തുറന്നു അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കാശും ഇയാൾ ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് താഴേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ താഴെ ഉണ്ടായിരുന്ന ജോർദാനെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കള്ളൻ നോക്കിയില്ലേ, ആ കള്ളന്റെ അടുത്ത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മറ്റേ കള്ളനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ഈ വഴക്കിന്റെ ഇടയിൽ ഇവർ വെച്ചൊരു കത്തി നമ്മുടെ ഈ ഒരു ജോർദാൻ എടുക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്ലാനും ഇല്ലായിരുന്നു. അവൾ അബ്യൂസ് ചെയ്യാൻ നോക്കി ആ ഒരു കള്ളന്റെ മുഖത്തേക്ക് നോക്കി ഒറ്റ വിട്ടുകൊടുക്കുകയാണ്. അവന്റെ ഒരു മാസ്ക് കയറിപ്പോയി, മുഖം ഓട്ടയായിട്ടുണ്ട്, ചോരയെല്ലാം വരുന്നുണ്ട്. ഇവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇതേ സമയത്താണ് ആ ഒരു മെയിൻ ആയിട്ടുള്ള കള്ളൻ ലൂസിയും കൊണ്ട് താഴേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരെ 2 പേരെയും കൊല്ലാനായിട്ട് ഇവർക്ക് 3 പേർക്കും യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ ഒരാളുടെ മുഖം ഇവർ കണ്ടു കഴിഞ്ഞില്ലേ, അതായത് ജോർദാനും കണ്ടു, അവളുടെ അമ്മയായിട്ടുള്ള ലൂസിയും കണ്ടു. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള ആള് ഗണ്ണെടുക്കാണ്. ലൂസിയുടെ തലയിലേക്ക് തന്നെ 2 വട്ടം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ വീട്ടിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ തന്നെ നമ്മുടെ പോള് ജോലി ചെയ്യുന്ന ആ ആശുപത്രിയിലേക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് 2 കേസ് വന്നിട്ടുണ്ട്. അതിൽ ഒരു കേസ് അവന്റെ ഭാര്യ തന്നെയായിരുന്നു. തലയിലേക്കാണ് ഫയർ ഏറ്റിട്ടുള്ളത്. സ്പോട്ടിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവനാകെ ഷോക്കായി പോവാണ്. പെട്ടെന്ന് തന്നെ മോളുടെ അടുത്തേക്ക്, അതായത് ജോർദാന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ തലക്കല്ലായിരുന്നു, നെഞ്ചിനാണ് വെടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ മരണപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നിലവിൽ കോമാവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ പോള് ആകെ ഷോക്കായിട്ട് മകളെയും നോക്കി അവളുടെ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അത്രയും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇവരുടെ 2 പേരുടെ അടുത്ത് നിന്ന് വന്ന ആളാണ് ഈ പോള്. പിന്നെ ഈ കോലത്തിൽ കാണുമ്പോൾ മനുഷ്യൻ തകരാതിരിക്കുവോ? ഇതേ സമയത്ത് തന്നെ 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പോള് പറയാണ്, ടോട്ടലി 3 പേരാ തോന്നുന്നു എന്റെ വീട്ടിലേക്ക് കയറിയത്, അയൽവാസികൾ പറഞ്ഞതാണ്, മുഖം മൂടി ധരിച്ചത് കൊണ്ട് തന്നെ അവരെ വ്യക്തമായിട്ട് കണ്ടിട്ടുമില്ല. എന്തായാലും ഒരു കംപ്ലൈന്റ് എഴുതി തന്നേക്കെന്ന് പോലീസുകാർ പറയുന്നുണ്ട്. എന്നാൽ
എന്നാൽ പോളിന് ഈ ഒരു കാര്യത്തിൽ യാതൊരു വിശ്വാസവുമില്ല. എന്തായാലും ആ ഒരു കള്ളന്മാരെ ഇവർ പിടിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഈ മാസത്തെയോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ആദ്യത്തെ കേസൊന്നുമില്ല. ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആ ഒരു ഗ്യാങ്ങിനെ ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? ഒരു പ്രതീക്ഷയില്ലാതെ തന്നെയാണ് പോള് പരാതി കൊടുത്തത്. മാത്രമല്ല മരിച്ചുപോയ ഭാര്യയുടെ ആ ഒരു ശേഷിപ്പുകൾ അതെല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ്. മാത്രമല്ല പോളിന്റെ അമ്മ മരിച്ചപ്പോൾ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലൂസിയും അടക്കം ചെയ്യാണ്. പിന്നെ 1-2 ദിവസം കഴിഞ്ഞു പോളിപ്പോ അവന്റെ മാമന്റെ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് കുറച്ച് റിച്ച് ആയിട്ടുള്ള അത്യാവശ്യം ലാൻഡൊക്കെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. അപ്പൊ ഇവരിങ്ങനെ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇയാളുടെ തോട്ടത്തിൽ കുറച്ച് ആൾക്കാർ അവിടെ കണ്ട ഏതോ ഒരു മൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ മാമനുണ്ടല്ലോ പെട്ടെന്ന് കാറിന് ബ്രേക്ക് ചവിട്ടാണ്. എന്റെ തോട്ടത്തിൽ വന്നിട്ട് എന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുന്നോടാ, കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇയാളെക്കാൾ വലുപ്പമുള്ള ഒരു ഗണ്ണെടുത്തുകൊണ്ട് പുറത്തേക്കങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവന്മാരെ നോക്കിയിട്ട് മേത്ത് തട്ടിക്കുന്നില്ല, നല്ല പൊട്ടിക്കൽ പൊടിക്കണം. ഇവന്മാര് മുണ്ടും പൊക്കി ഇവരുടെ വാഹനം എടുത്തുകൊണ്ട് അവിടുന്ന് ഒരു ഏറ്റ പോക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നേരിട്ട് കണ്ട പോളി ഞെട്ടിപ്പോണ്. മാമ നിങ്ങൾ എന്തേ കാണിച്ചത്? നിങ്ങൾക്ക് പോലീസിനെ വിളിച്ചാൽ പോരായിരുന്നു. ഇതേ സമയത്തിന് മാമൻ പറയാണ് പോലീസിനെ വിളിക്കാനോ? ഇവിടെ ഇങ്ങനെ ഒരു ക്രൈം നടക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് എന്ത് കാര്യം? ഇത് കഴിഞ്ഞിട്ടേ അവരിങ്ങോട്ടേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആയുധം എടുക്കണം. ആ ഒരു ക്രൈം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മൾ അതിനോട് പ്രതികരിക്കണം. എന്നാൽ മാത്രമേ അവന്മാരത് നിർത്തി പോവുകയുള്ളൂ. കാലം എങ്ങനെയൊക്കെയാണ് മോനെ, ഇതുപോലെയൊക്കെ പെരുമാറിയാലേ ജീവിക്കാൻ കഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ പോളിന്റെ ആ മാമൻ പറഞ്ഞ കാര്യങ്ങൾ പോളിനെ വല്ലാതെ എന്തോ പോലെ ആക്കി കളഞ്ഞു. കാരണം ഇത് പോളിന്റെ ആ ഒരു സ്വഭാവ സവിശേഷതയുമായിട്ട് ഒട്ടും ഒത്തുപോകാത്തൊരു കാര്യമാണ്. ഒരിക്കലും പോള് ഈ രീതിയിലൊന്നും ആരോടും പെരുമാറുമില്ല. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഈ ഒരു പോളിനില്ല. എന്തായാലും പിന്നീട് പോളിന്റെ ലൈഫ് ഏകാന്തമായിട്ട് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ. പക്ഷെ ആ ഒരു യാത്രയിൽ പോള് വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അത് വെറും ചിന്ത കൊണ്ട് മാത്രമായിരുന്നില്ല, ശാരീരികമായിട്ടും പോളിനെ അത് വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ പല തവണയായിട്ട് പോള് പോവാറുണ്ട്, മരുന്നുകൾ കഴിക്കാറുണ്ട് അവന്റെ ആ ഒരു ഡിപ്രഷൻ പോകാനായിട്ട്. അതുപോലെ തന്നെ പല തവണയായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാറേ എന്തെങ്കിലുമൊക്കെ ഒരു ലീഡ് കിട്ടിയോ, ആരാണെന്ന് അറിഞ്ഞോ? എവിടെ? ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. പോള് ഭയങ്കരമായിട്ടുള്ള ആ ഒരു നിരാശയിലേക്ക് തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സിറ്റിയിലൂടെ നടക്കുമ്പോൾ ആ ഒരു തെരുവിലൂടെ പോകുന്ന സമയത്ത് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ക്രൈം റേറ്റ് ഇത് ക്രമാതീതമായിട്ട് കൂടുകയല്ലാതെ ഇതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചെടുക്കാനോ പോലീസുകാർക്ക് കഴിയുന്നില്ല. എന്തായാലും പിന്നീട് പോള് സ്റ്റേഷനിലേക്ക് നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്നിട്ടും ഒരു കാര്യവുമില്ല. അതായത് ആരാണ് പോളിന്റെ വീട്ടിൽ കയറിയത്, മകളെ ഉപദ്രവിച്ചാൽ, അവളെ അബ്യൂസ് ചെയ്തവൻ, അതുപോലെ തന്നെ ഭാര്യയെ കൊന്നവൻ, ഇതാരാണെന്ന് നമ്മുടെ പോളിന് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എന്തായാലും ഈ ഒരു നിരാശയിൽ പോള് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏകദേശം രാത്രിയായിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു തെരുവിൽ അധികം ആരുമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ 2 പേര് ആക്രമിക്കുകയാണ്. അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ പിടിച്ചു പറിച്ച് അവൾ ഉപദ്രവിക്കാൻ വരെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് പൗള് അങ്ങോട്ട് ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കണം. എന്താണ് അവിടെ കാണിക്കുന്നത്? ആ പെൺകുട്ടിയെ വെറുതെ വിടുന്നത്. ഇപ്പൊ ആ 2 ആൾക്കാരും പെൺകുട്ടിയെ വെറുതെ വിടുകയാണ്. എന്ന് കരുതി പേടിച്ചിട്ടല്ല, ഇവരോട് ചൂടാവാൻ മാത്രം, ചോദിക്കാൻ മാത്രം നീ ആരാടാ എന്ന് പറഞ്ഞിട്ട് പൗളിന്റെ അടുത്തേക്ക് ഇവര് വരികയാണ്. പിന്നെ പറയണ്ടല്ലോ, ആ ഒരു തെരുവിലിട്ട് ഈ 2 പേരും കൂടെ പോളിനെ ചവിട്ടി കൂട്ടുകയാണ്. ഈ പാവം മനുഷ്യന്, ഈ പാവം ഡോക്ടർക്ക് തിരിച്ച് തല്ലാൻ പോലും കഴിയുന്നില്ല കേട്ടോ. അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചില കാര്യങ്ങൾ മനസ്സിൽ പോള് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം റൗഡികൾ ഈ ഒരു നഗരത്തിലുണ്ട്, ക്രിമിനൽസ് അവരെത്രത്തോളം ഉണ്ട്, ഈ കാര്യമൊക്കെ പോള് നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഇതിനുശേഷം ഒരു ഗണ്ണ് വാങ്ങാൻ തന്നെ പോള് തീരുമാനിക്കുകയാണ്. അതിനായിട്ടൊരു ഷോപ്പ് കണ്ടുപിടിക്കണമല്ലോ. ആ സമയത്താണ് പോള് ഒരു പരസ്യം കാണുന്നത്. ഒരു ലേഡിയാണ് ആ ഒരു ഷോപ്പ് റൺ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു പരസ്യത്തിൽ നമ്മുടെ പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ കയ്യിൽ ആ തോക്കുണ്ട്, ഈ തോക്കുണ്ട്, അവിടെ പൊട്ടിച്ച് ആ തോക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പരസ്യം. അതിന്റെ അവസാനമായിട്ട് അവരൊരു ടേബിൾ മേ ചവിട്ടി കാണിച്ചു കൊടുക്കുകയാണ്. ആ ചവിട്ടുന്ന സ്ഥലം അതൊരു സ്വിച്ച് ആണ്. അപ്പോൾ ആ ഒരു സ്വിച്ചിൽ അമർന്നോ പെട്ടെന്ന് ഇതിന്റെ അടിയിൽ നിന്ന് ഒരു റാക്ക് പുറത്തേക്ക് തള്ളി വരും. അതിൽ നല്ല ഗംഭീര ഗണ്ണുകൾ വെക്കാൻ പറ്റും. സ്പോട്ടിൽ തന്നെ നമുക്കെടുത്ത് ഫയർ ചെയ്യാനും പറ്റും. ആ രീതിയിലുള്ള ഒരു ഗംഭീര ആടാണ്. അങ്ങനെ ആ ഒരു പരസ്യം കണ്ട് പോൾ ആ ലേഡിയുടെ കടയിലേക്ക് ചെല്ലാണ്. ഇതുപോലെ ഒരു ഗണ്ണ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലേഡി പറയുന്നത്, സാർ ഇതുപോലൊരു ഗണ്ണ് ഞങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ നല്ല എവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും ഗവൺമെന്റിന്റെ ആയിട്ടുള്ള ലൈസൻസും കാര്യങ്ങളും വേണം. പക്ഷേ ഞങ്ങൾ തരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ അധികമൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് നിങ്ങൾ ഗണ്ണ് മേടിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ലൈസൻസ് ശരിയാക്കി തരും. പിന്നീട് അവിടെയുള്ള ഗണ്ണിന്റെ കാര്യങ്ങളും കളക്ഷൻസും എല്ലാം ഈ പോളിന് കാണിച്ചു കൊടുക്കുമ്പോൾ പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന CCTV. ഇത് അത്ര പന്തിയല്ല എന്ന് പോളിന് മനസ്സിലായി. ഇതുപോലെ ഗണ്ണ് വാങ്ങിക്കുന്ന ഒരു വിഷ്വൽ ഓൾറെഡി ഇവിടെ റെക്കോർഡഡ് ആണെങ്കിൽ പിന്നീട് അത് പണി ആയേക്കൂ എന്ന് കരുതിയിട്ട് പോൾ നേരെ ആ ഒരു ഗണ്ണ് മേടിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരു ദിവസം പോളിന്റെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഒരാളെ ഭയങ്കര സീരിയസ് കേസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളും ഒരു റൗഡി ആയിരുന്നു. ഇയാൾ ഏകദേശം കാലിയാവാനുള്ള ഒരു ലക്ഷണമാണ് പോൾ നോക്കുമ്പോൾ. മാത്രമല്ല ഇയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ഗണ്ണ് താഴേക്ക് വീഴുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരോ ബാക്കിയുള്ള ഡോക്ടേഴ്സോ ഈ ഒരു ഗണ്ണ് കണ്ടില്ല. പക്ഷെ പോൾ കണ്ടു. പോൾ എന്താക്കി, വീണ ഉടനെ തന്നെ ആ ഒരു ഗണ്ണ് മറ്റൊരു ടേബിളിന്റെ അടിയിലേക്ക് ചവിട്ടിയിടുകയാണ്. ഇതിനുശേഷം ആരും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ആ ഒരു ഗണ്ണ് വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് ആ ഒരു ഗണ്ണ് കൊണ്ടുപോവാണ്. എന്നാൽ ഇതുവരെയായിട്ടും ആയുധം ഉപയോഗിക്കാത്ത, തോക്ക് ഉപയോഗിക്കാത്ത പോൾ ഇതെങ്ങനെ ഉപയോഗിക്കും? പഠിക്കാലോ, ഇന്റർനെറ്റിൽ എല്ലാ കാര്യവും അവൈലബിൾ അല്ലേ. അപ്പൊ ഈ ഒരു സാധനം വെച്ച് സ്കാൻ ചെയ്ത് അത് ഏത് ഗണ്ണാണ് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും
കാര്യങ്ങളും പോള് പഠിക്കുന്നുണ്ട്. എന്നിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നന്നായിട്ട് തന്നെ ഫയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ്. കുറച്ച് പ്രാക്ടീസുകളൊക്കെ കഴിഞ്ഞപ്പോൾ പോള് തീരുമാനിക്കുകയാണ് ഇനി കളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹുഡിയെല്ലാം ഇട്ടുകൊണ്ടാണ് നേരെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അധികം വൈകിയില്ല, ഒരു സംഭവം നമ്മുടെ പോള് നേരിട്ട് കാണുകയാണ്. ആ തെരുവിലൂടെ പോയ ഒരു ഭാര്യ ഭർത്താവ് ഈ ഭർത്താവിനെ അടിച്ചിട്ടുകൊണ്ട് ഭാര്യയെ ഒരു കൂട്ടം ആൾക്കാർ തട്ടിക്കൊണ്ടുപോവാണ്. ഇത് തന്നെ അവസരം പോള് കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണെടുക്കുകയാണ്, ഈ വാഹനത്തിന് നേരെ ഷൂട്ട് ചെയ്യാണ്. ആദ്യമായിട്ടാണ് പോൾ ഇതുപോലെ ഫയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് വേദനിക്കുകയാണ്, വിരലിനും ഡാമേജ് വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാറിൽ ഉണ്ടായിരുന്ന റൗഡീസും തിരിച്ച് ഫയർ ചെയ്യാണ്. എന്തായാലും ഇത് ആദ്യ അറ്റംപ്റ്റ് ആണ്, പൗൾ വിട്ടുകൊടുത്തില്ല, നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാണ്. ഇവന്മാരുടെ ആ ഒരു വണ്ടി തന്നെ ആകെ സ്റ്റക്കായി പോകുന്നുണ്ട്, അവിടെ കുടുങ്ങി പോയിട്ടുണ്ട്, ചിലവന്മാർക്ക് വെടിയേറ്റിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇവർ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സ്ത്രീ കാറിന്ന് ഇറങ്ങി ഓടുകയാണ്, രക്ഷപ്പെടുകയാണ്. അതുപോലെ ഇങ്ങനെ ഫയർ ചെയ്തതുകൊണ്ട് പ്രോപ്പറായിട്ട് വെക്കാത്തത് കൊണ്ടും പോളിന്റെ കൈക്കും വിരലിനൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. വേഗം തന്നെ പോൾ ഇവിടുന്ന് പോവാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യം പോള് കണ്ടില്ല. എന്തായാലും വേഗം വീട്ടിലേക്ക് എത്തിയ പോള് ന്യൂസ് ചാനലിലേക്ക് വെച്ച് നോക്കുകയാണ് ഈ ഒരു കാര്യം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു എന്ന്. പക്ഷേ ചാനലിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിലൊന്നും ഇതിനെക്കുറിച്ചുള്ള യാതൊരു വാർത്തയും വന്നിട്ടില്ല, റേഡിയോയിലും പറയുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ പോളിങ്ങനെ ആലോചിക്കുകയാണ്, ഇതുപോലെ ഞാനൊരു സമയത്ത് പ്രതികരിച്ചായിരുന്നെങ്കിൽ കുറെ പേരെയൊക്കെ എനിക്ക് ഇതുപോലെ തടുത്തു നിർത്താൻ കഴിയായിരുന്നു, എന്റെ ഭാര്യ രക്ഷപ്പെടുത്താൻ കഴിയായിരുന്നു, എന്റെ മകൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് പോൾ അങ്ങനെ വല്ലാതെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സംഭവം നടന്ന ആ ഒരു സ്ഥലത്തേക്ക് പോളിന്റെ ആ ഒരു ഭാര്യയുടെ കേസ് അന്വേഷിക്കുന്ന അതേ ഇൻസ്പെക്ടർ തന്നെ അവരുടെ കൂടെ ആ ഒരു ലേഡി അസിസ്റ്റന്റും ഉണ്ട്. രണ്ടുപേരും വന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താ, ഇതുപോലെ ഒരു കൂട്ടം ക്രിമിനൽസ് വെടിയേറ്റ് മരണപ്പെട്ട് കിടക്കുകയാണ്. മാത്രമല്ല നേരത്തെ ഒരു ലേഡി വീഡിയോ എടുത്തായിരുന്നല്ലോ, ഈ വീഡിയോ ഈ രണ്ട് ഇൻസ്പെക്ടേഴ്സിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ വ്യക്തമായിട്ട് നമ്മുടെ പോളിന്റെ മുഖം കാണുന്നില്ല, പുറംതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ. എന്തായാലും പോള് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഇത് കണ്ട പോലീസുകാർ പറയണ ഇതാരേത് പുതിയൊരാള്, നമ്മൾ ചെയ്യേണ്ട പണിയാണല്ലോ ഇവൻ ചെയ്യുന്നത്. മാത്രമല്ല ആ ഒരു വീഡിയോ നോക്കിയപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വെടിവെച്ച ആളുടെ കൈ ഡാമേജ് ആയിട്ടുണ്ട്. അതിനർത്ഥം ഇയാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഷൂട്ടറൊന്നുമല്ല, എന്തോ ഒരു ചോരത്തിളപ്പിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചതായിരിക്കും. അല്ലാതെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഷൂട്ട് ചെയ്താൽ ഇതുപോലെ വിരലോ കൈയോ ഒന്നും ഡാമേജ് ആവില്ല. എന്തായാലും ഒരുത്തൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം കാട്ടുതീ പോലെ നഗരത്തിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പൗള് വാർത്ത അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാം തുറന്നു നോക്കുമ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ്. പോലീസ് ചെയ്യേണ്ട കാര്യം, നിയമം ചെയ്യേണ്ട കാര്യം, സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവരുടെ ആ ഒരു ജോലി ചെയ്തിരിക്കുന്ന ഒരു പബ്ലിക് മാൻ, ഒരു കോമൺ മനുഷ്യൻ, എല്ലാവരും ഈ ഒരാളെ വിളിച്ചിരുന്നത് ഹുഡിമാൻ. ഹുഡിമാൻ ഒരു സൂപ്പർ ഹീറോയെ പോലെ നമ്മുടെ ഈ ഒരു ഡോക്ടറിനെ കാണുകയാണ്, അതായത് പോളിനെ. മാത്രമല്ല ഈ ചാനലിലൊക്കെ ചർച്ച, വാർത്ത ഇതൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ്. ഏകദേശം ഒരു 99% ആൾക്കാരും നമ്മുടെ പോളിനെ അല്ലെങ്കിൽ ഈ ഒരു ഹുഡിമാനെ സപ്പോർട്ട് ചെയ്യാണ്. പോലീസ് ചെയ്യേണ്ട പണി തന്നെയല്ലേ ഇയാൾ ഈ ചെയ്യുന്നത്, ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പല ആൾക്കാരുടെയും അഭിപ്രായവും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹവും ഇതൊക്കെ തന്നെയായിരുന്നു. ഇതുപോലെയുള്ള ഹുഡിമാൻ എപ്പോഴും ഈ നഗരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ക്രിമിനൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇവന്മാർക്കൊക്കെ ഒരു പേടിയുണ്ടാവും. ഇതൊക്കെയാണ് പബ്ലിക്കിന്റെ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പോളിനെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അന്നേ ദിവസം ജോലിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു പയ്യനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ആ രീതിയിൽ, ആ മര്യാദയിൽ, ആ സ്നേഹത്തിലേ പോലും സംസാരിക്കുള്ളൂ. അപ്പൊ ഈ പയ്യനോട് ചോദിക്കണം, എന്താ മോനെ എന്താ പറ്റിയത്, അവൻ തീരെ വയ്യാതെ കിടക്കുകയായിരുന്നു, ഇവന്റെ കാലെന്തോ ഒടിഞ്ഞു കിടക്കുകയാണ്, എങ്ങനെയാ കാല് പൊട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ഡോക്ടർ അങ്കിളെ. അത് കുഴപ്പമൊന്നുമില്ല, പറ മോനെ എന്താ പറ്റിയത്. അത് പിന്നെ അങ്കിളെ, എന്റെ വീട്ടിന്റെ അടുത്ത് ഐസ്ക്രീം വെക്കുന്ന ഒരാളുണ്ട് കേട്ടോ, എന്നാൽ അയാളുടെ യഥാർത്ഥ ജോലി ഐസ്ക്രീം വെക്കലൊന്നുമല്ല, അയാൾക്ക് ഡ്രഗ്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് വിൽക്കുന്ന പരിപാടി. അയാൾ ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അതിനിപ്പോ നമുക്ക് എന്ത് പറയാനാ. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ ആ ഒരു പയ്യന്മാരത്തൊക്കെ ഇത് വിൽക്കാൻ വേണ്ടി അയാൾ വല്ലാതെ ഫോഴ്സ് ചെയ്യാണ്, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്റെ കാല് ഇതുപോലെ തല്ലി ഓടിച്ചത്. ഡോക്ടർ അങ്കിളെ, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പേടിയാവുന്നുണ്ട്. ഇപ്പൊ പോലീസ് ചോദിക്കണം, നീ പറയുന്ന ആള് അത്ര വലിയ ഭീകരനാണോ? എന്നാ പിന്നെ നമുക്ക് അവനൊന്ന് കാണാലോടാ. മോൻ എന്തായാലും നന്നായിട്ടൊന്ന് വിശ്രമിക്കുക കേട്ടോ, ഇനി അയാളെ മോനിക്ക് പേടിക്കേണ്ടി വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് പോൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങാണ്. പട്ടാ പകല് തന്നെ അതേ ഹുഡി ധരിച്ചുകൊണ്ട് ഈ പയ്യൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നല്ല വിളിച്ചുണ്ട്, ആൾക്കാരുണ്ട്. പിന്നീട് ആ പയ്യൻ പറഞ്ഞ ആ ഒരു ഐസ്ക്രീം വെക്കുന്ന ആളുടെ അടുത്തേക്ക് എത്തുന്നത്. പറഞ്ഞ പോലെ തന്നെ അയാളുടെ വിൽപ്പന ഐസ്ക്രീം അല്ല, ഡ്രഗ്സ് ആണ്. ഒന്നും നോക്കിയില്ല, 3 പൊട്ടിക്കലാണ്. അതും പബ്ലിക്കായിട്ട്. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ വെറി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വെറി വന്നിരിക്കുകയാണ്. എത്രത്തോളം സാധുവായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു മൂപ്പര്. മാറിയത് നോക്കിയ പട്ടാ പകല് പോയിട്ട് അവർ തന്നെ നെഞ്ചത്തേക്ക് 3 തുളയിട്ട് വന്നിരിക്കുന്നത്. ആൾക്കാരൊക്കെ പേടിച്ച് ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. മറ്റേ ഡ്രഗ്സ് വെക്കുന്ന ഒരു ചങ്ങായിയാണെങ്കിൽ ചത്തു മലച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും പോരും വെടിക്കെട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വന്ന പാട് തന്നെ ഈ സംഭവം നേരിട്ട് കണ്ട ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ വെടിവെച്ച ആളുടെ മുഖം ഇവർ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. വന്ന ആള് ഒരു ഹുഡി ഇട്ടുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ പോലീസുകാർ കേട്ടപ്പോൾ ഇതേ സംഭവം തന്നെയാണ് അന്ന് രാത്രി നടന്നത്. അപ്പൊ ഈ രണ്ടാളും ഒന്ന് തന്നെയാണ്. ഹുഡിമാൻ അവന്റെ രണ്ടാമത്തെ വർക്കും ചെയ്തിരിക്കുകയാണ്. പോലീസുകാർക്ക് ഇപ്പൊ ഈഗോ അടിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പിടിക്കണം എന്ന വാർത്തയിൽ ഈ ഒരു കാര്യം വല്ലാതെ വീണ്ടും സ്പ്രെഡ് ആവുകയാണ്. ഹുഡിമാനെ കുറിച്ച് അവൻ ചെയ്യുന്നത് നല്ലതാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഡിബേറ്റ് വരെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ എങ്ങനെയൊക്കെ ഡിബേറ്റ് നടന്നാലും ശരി, സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിന്റെ ഇടയിൽ
നേരത്തെ പറഞ്ഞതുപോലെ 99% ആൾക്കാരും ഈ ഹുഡിമാനെ 100% പ്രൊട്ടക്ട് ചെയ്യാണ്. നഗരത്തിനൊരു കാവൽക്കാരൻ വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം റാ. പയ്യന്മാർക്കൊക്കെ ഇപ്പൊ ഭയങ്കര ആവേശമാണ് കേട്ടോ. അതായത് ഇതിങ്ങനെ സഹിച്ച് ഒരാൾ വന്നപ്പോ ഇവർക്കൊക്കെ ഇതിനെതിരെ പോരാടാനായിട്ടുള്ള ഒരു ധൈര്യം വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പോളിന്റെ ആശുപത്രിയിലേക്ക് ഒരു കേസ് വരുന്നുണ്ട്. മാരകമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം രക്തമൊക്കെ പോയിട്ട് മരിക്കാവുന്ന അവസ്ഥയിലാണ്. എന്തായാലും പോൾ ഇയാളുടെ കൈകളിലേക്ക് നോക്കിയപ്പോ പച്ചകുത്തി ആ ഒരു പാട് കാണാണ്. എംജെ. ഈ പാട് നേരത്തെ തന്നെ നമ്മുടെ പോള് കണ്ടിട്ടുണ്ട്. സോ ആളെ എനിക്ക് അറിയാലോ. അതായത് അന്ന് റെസ്റ്റോറന്റിൽ പോയപ്പോ പാർക്കിങ്ങിൽ നിന്നും കാറ് കൊണ്ടുപോകുന്ന ആ ഒരു പയ്യൻ തന്നെ. വേഗം തന്നെ അവന്റെ ആ ഒരു ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് പൗൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. അതായത് പൗളിന് അവന്റെ ഭാര്യ കൊടുത്ത ഗിഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു വാച്ച് അതിപ്പോ ദേണ്ടേ ഇവന്റെ കയ്യിൽ. ഇതെന്താണെന്ന് தெரியாതെ പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അധികം വൈകിയല്ല ഇവൻ മരിച്ചു പോകണം. അപ്പൊ ഇവനോട് എന്തായാലും കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവനെ കൊണ്ടുവന്ന ആംബുലൻസിലേക്ക് പോയി നോക്കുമ്പോൾ അതിൽ നിന്നും ഇവന്റെ ഫോൺ കിട്ടുകയാണ്. ഇവന്റെ ഫിംഗർ പ്രിന്റ് അതിൽ വെച്ചുകൊണ്ട് ആ ഫോൺ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ പോളിനൊരു കാര്യം മനസ്സിലായി. അന്ന് ഇവരുടെ കാർ എടുക്കാനായിട്ട് ഈ പയ്യൻ അങ്ങോട്ടേക്ക് പോയല്ലോ. അപ്പൊ കാറിന്റെ ആ ഒരു മാപ്പിൽ നിന്നും ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിൽ നിന്നും ഇവരുടെ ആ ഒരു അഡ്രസ്സ് ഈ പയ്യൻ എടുത്തതായിട്ട് നമ്മുടെ പോളിന് മനസ്സിലായി. മാത്രമല്ല അന്ന് ചേട്ടനോട് ബുധനാഴ്ച ഇതുപോലെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്ന കാര്യം ആ ഒരു പയ്യനും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബുധനാഴ്ച ആ ഒരു ദിവസം ഇവരുടെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ ചെന്നാല് അല്ലെങ്കിൽ ആ ഒരു ദിവസം പൊയ്ക്കോ എന്നുള്ള ആ ഒരു മെസ്സേജ് കള്ളന്മാർക്ക് 3 കള്ളന്മാർക്കും കൊടുത്തതും ദാണ്ടെ ഈ പയ്യനാണ്. പക്ഷെ ആ ഒരു 3 കള്ളന്മാര് അവരാരാണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു രക്ഷയില്ല. എന്തായാലും പോൾ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു വാച്ച് ഊരിയെടുക്കാണ്. മാത്രമല്ല അവന്റെ ഫോൺ വിശദമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പോളിന്റെ തന്നെ രണ്ടാമത്തെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഇവൻ ഇതുപോലെ മോഷ്ടിച്ച് കിട്ടിയ വസ്തുക്കൾ വിൽക്കാൻ വെക്കുന്ന ഒരു ഷോപ്പിൽ അത് നിലവിലുണ്ട് കേട്ടോ. ആ ഒരു ഷോപ്പിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ആ ഹുഡി ഇട്ടുകൊണ്ട് നമ്മുടെ അണ്ണൻ വീണ്ടും വേട്ടക്ക് ഇറങ്ങാണ്. അതേ ഷോപ്പിലേക്ക് പോവാണ്. അവിടെ എത്തിയ സമയത്ത് എംജെ അറിയുന്നത് പോലെ ഞാൻ മറ്റേ ആ ഒരു എംജെയുടെ ഫ്രണ്ടാണ് കേട്ടോ. എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്ന ചെറിയ വിലയിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അവനാണ് ഈ ഒരു ലൊക്കേഷൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു കളക്ഷൻ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോള് പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു കടക്കാരനും ഓക്കെ നമുക്ക് നോക്കാലോ എന്ന് പറയാണ്. ഈ സമയത്താണ് ഈ കടക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള പോളിന്റെ ആ ഒരു ദേഹത്ത് ഈ ഡോക്ടറിന്റെ ആ ഒരു ബാഡ്ജ് ഉണ്ടല്ലോ ഇതുണ്ടായിരുന്നു. അത് ഊരിക്കളയാനായിട്ട് പോള് മറന്നിരുന്നു. ഇതിപ്പോ ഇയാൾ കാണുകയാണ്. സ്പോട്ടിൽ തന്നെ ഈ കടക്കാരന് മനസ്സിലായി അന്ന് മോഷണം നടന്ന വീട്ടിലെ ആ ഒരു ഡോക്ടർ അത് ഇയാളാണെന്ന്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അത് താഴേക്ക് പിടിച്ച് ഫിഷ് എന്ന് പേരുള്ള ഒരാൾക്ക് എന്തോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയ വീട്ടിലെ ആ ഒരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ വേഗം വാ എന്ന രീതിയിൽ. എന്നിട്ട് നോർമൽ ആയിട്ട് തന്നെ പോളിനോട് ഈ ഒരു കടക്കാരൻ സംസാരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ താഴെ ഉണ്ടായിരുന്ന ഒരു ഗൺ എടുക്കാൻ വേണ്ടി ഇയാൾ നോക്കുന്നുണ്ട്. എന്നാൽ പോൾ ഈ ഒരു കാര്യം കണ്ണാടിയിലൂടെ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഈ എറിഞ്ഞു കളിക്കാനുള്ള ആരോസ് ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ പോൾ അതിൽ ഒരെണ്ണെടുത്ത് ഒരേറ്റ കുത്താണ് അവന്റെ കൈക്കിട്ട്. നീ എന്താടാ കരുതിയത്? എനിക്കിട്ട് ഉണ്ടാക്കാന്ന് കരുതിയോ? ഗണ്ണെടുത്ത് അവന്റെ തലമണ്ടയിലേക്ക് വെച്ചിട്ട് പറയാണ് എന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആ ഒരു വസ്തുക്കൾ അതെവിടെയെന്ന്. ഇപ്പോ ഈ ഒരു കടക്കാരൻ നേരെ പോളിനെയും കൂട്ടി ഉള്ളിലേക്ക് പോകണം. ഇയാൾ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ആ ഷെൽഫ് തുറന്നിട്ട് പോളിന്റെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച മോതിരം, ചില എന്താ പറയാ വസ്തുക്കൾ, ആ കൂട്ടത്തിൽ പോളിന്റെ രണ്ടാമത്തെ വാച്ച്, പേഴ്സ് ഇതെല്ലാം അതിലുണ്ടായിരുന്നു. ഇതിപ്പോ അവിടെ നിന്ന് എടുക്കാണ്. അതുപോലെ തന്നെ ഈ കടക്കാരനെ നോക്കുകയാണെങ്കിൽ ഇയാളല്ല അത് മോഷ്ടിച്ചത്. പക്ഷെ മോഷ്ടിച്ച ആ ഒരു കള്ളന്മാരുടെ കയ്യിൽ നിന്നും ഇയാൾ ഇത് മേടിച്ചു. പാപത്തിന്റെ പങ്ക് പറ്റുന്നതും പാപം ചെയ്യുന്നതിന് തുല്യമാണ്. സോ പണിഷ്മെന്റ് കിട്ടിയേ മതിയാവുള്ളൂ. ഇതേ സമയത്താണ് ഈ കടക്കാരൻ മെസ്സേജ് ചെയ്തതിനനുസരിച്ച് ആ ഒരു ഫിഷ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് CCTVയിലൂടെ നമ്മുടെ മച്ചൻ അതായത് പോള് കാണുന്നുണ്ട്. വേഗം ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ഇവന് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. പോൾ എന്താ ചെയ്തത്? ഈ കടക്കാരനിട്ട് ഈ ഫിഷിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. വെടി കൊണ്ട് ഈ കടക്കാരൻ മരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് നടക്കുകയാണ്. ഇയാളിങ്ങനെ മറിഞ്ഞിരുന്നുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് ഈ ഒരു ഫിഷ്. എന്തായാലും നമ്മുടെ പോള് ചെയ്ത കാര്യം എന്താ വെച്ചാൽ അവിടെ CCTV വിഷയിൽ ഉണ്ടായിരുന്നു. ഇതിലേക്ക് നോക്കി കറക്റ്റ് അവൻ എവിടെയാണ് ഇരിക്കുന്നത് നോക്കി അങ്ങോട്ടേക്ക് ഫയർ ചെയ്യാണ്. വെടി കൊണ്ട് അവൻ താഴേക്ക് വീഴുന്നുണ്ട്. മാത്രമല്ല അവന്റെ അടുത്തേക്ക് വന്നിട്ട് ചില ക്രിയകളൊക്കെ നമ്മുടെ പോൾ അവന്റെ ദേഹത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഇവൻ ആകെ പേടിച്ചു പോയി. പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഈ കള്ളം പറയാണ് ഞാനല്ല അത് ചെയ്തത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഞരമ്പനുണ്ട്. ആ ഞരമ്പനാണ് നിങ്ങളുടെ മകളെ അബ്യൂസ് ചെയ്യാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അവരുടെ ആ ഒരു ഡീറ്റെയിൽ ഞാൻ തരാം. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്, എന്നെ ജീവിക്കാൻ വരണം, എന്നെ കൊല്ലരുത്. കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോളിന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറി എന്ന് കണ്ടപ്പോൾ തിരിച്ചിവന് പോളിനെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിന്റെ ഇടയിൽ പോളിന്റെ ഭാര്യയുടെ ആ ഒരു റിങ് ഇപ്പൊ ആ ഒരു ഷെൽഫിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞില്ലേ, അതായത് ഇവർ കട്ടുകൊണ്ടുപോയ ആ ഒരു മോതിരം ഇവിടെ വീണ് പോകുന്നുണ്ട്. പോൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ പോൾ ആ ഒരു കളനെ അടിച്ചിടുകയാണ്. നല്ല പെട്ട കൊടുക്കുന്നുണ്ട്. അവസാനം അവനെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട്. കൊല്ലാനുള്ള കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള 2 കള്ളന്മാരുടെയും ഡീറ്റെയിൽ അവന്റെ കയ്യിൽ ആ ഒരു ഫോണിലുണ്ടെന്ന് അവൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാകും ഒന്നത്. എന്തായാലും പോകുന്നതിന് മുന്നേട്ട് പോള് മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ CCTVയിൽ റെക്കോർഡഡ് ആണല്ലോ. അപ്പൊ ഹാർഡ് ഡിസ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഊരിയെടുത്ത് അതെല്ലാം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഒരു പാവം മനുഷ്യൻ ഒരു വെറി പിടിച്ച നായെ പോലെ ആയി മാറുന്ന ഒരു പ്രത്യേകതരം കഥയാണിതെന്ന്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ അറിയാണ്. നാഷണൽ ഹിറ്റ് ആവുകയാണ്. ഭയങ്കരമായിട്ട് വൈറലാവുകയാണ്. പയ്യന്മാരൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്. ഹുഡിമാൻ എവിടെ നോക്കിയാലും ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഫുള്ള് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാരക ട്രെൻഡ്. ഇതിനിടയിൽ സംഭവ സ്ഥലത്തേക്ക് ഇൻസ്പെക്ടർ അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ പോളിന്റെ ആ ഒരു മോതിരം ഇവർക്ക് ഇവിടുന്ന്
കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള ചില സാധനങ്ങളും കിട്ടുകയാണ്. എന്തായാലും ആ ഒരു മോതിരം എടുത്തുകൊണ്ട് പോളിന്റെ അടുത്തേക്ക് ഇവർ ചെല്ലുകയാണ്. ഇവർക്ക് പോളിനെ യാതൊരു സംശയമില്ല ഇവർ വന്ന് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും മോഷണം പോയ ആ ഒരു മോതിരം അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വന്ന 3 കള്ളന്മാരിൽ ഒരാൾ അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മോതിരം ഇപ്പൊ പോളിന് കൊടുക്കുന്നുണ്ട്. ആരോടാ ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്? അവന് നല്ല എണ്ണം പറഞ്ഞ അടിയും കൊടുത്ത് കാച്ചി കളഞ്ഞ പോളിന്റെ മുന്നിൽ വന്നിട്ട് ഈ കഥയെല്ലാം പറയുന്നത്. എന്നാലും നിലവിൽ ഇപ്പോൾ 1% ഒരു സംശയം ഇപ്പൊ ഈ പോലീസുകാർക്ക് നമ്മുടെ പോളിന് ഇല്ല കേട്ടോ. അതുപോലെ പോളിന്റെ കയ്യിൽ ചെറിയൊരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു പോലീസുകാരെ കാണിക്കുന്നില്ല. എന്തായാലും പോലീസുകാർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഫിഷ് അവന്റെ ആ ഒരു ഫോൺ ഇപ്പോൾ പോളിന്റെ കയ്യിലാണല്ലോ, അതിൽ നിന്നും ബാക്കിയുള്ള കള്ളന്മാരുടെ ഒരാളുടെ ഡീറ്റെയിൽ കിട്ടി. ആ ഡീറ്റെയിൽ എടുത്ത് ഈ ഫോണും തൊല്ലി പൊളിച്ചുകൊണ്ട് അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അതൊരു ഗ്യാരേജ് ആയിരുന്നു. നിലവിൽ ഇപ്പൊ അവിടെ ആരുമില്ല. അവൻ എന്തോ ഒരു വർക്കിലായിരുന്നു. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവനെ നോക്കിയിട്ട് പറയാണ്, എന്റെ മോളുടെ ദേഹത്ത് കൈവെക്കാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായെന്നറ. ഒരൊറ്റ വീക്കാണ്. മറ്റേ ആ ഒരു എന്താ സാധനം പറയാ, മറ്റേ പൈപ്പ് റേഞ്ചറോ അതുപോലുള്ള എന്തോ ഒരു സാധനം, ഒരു ഹെവി സാധനമാണ്. അതുകൊണ്ടുള്ള ഒരു പെടയിൽ തന്നെ ഇയാളുടെ ബോധം പോവാണ്. കുറച്ച് കഴിഞ്ഞ് ഇയാൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം ട്രാപ്പിൽ ഇയാൾ അങ്ങനെ മലന്ന് കിടക്കാണ്. ഇയാൾ വിറച്ചിട്ട് നമ്മുടെ പോളിനെ നോക്കിയിട്ട് പറയാണ്, സാറേ ദയവ് ചെയ്ത് കൊല്ലല്ലേ സാറേ. എന്നാൽ ഇവിടെ വെച്ച് ദയ, കരുണ ഇതൊക്കെ ഒരുപാട് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഇതൊന്നും ഇല്ല കേട്ടോ. സർജിക്കൽ ബ്ലേഡ് എടുക്കുകയാണ്. ഇവന്റെ കാലിന്റെ മുട്ടുണ്ടല്ലോ, അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ 2 ഞരമ്പും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് കെമിക്കൽ ആക്കുന്നുണ്ട്. ഇതുകൂടെ അങ്ങോട്ട് ചെയ്തപ്പോണ്ടല്ലോ വേദനയുടെ ഉച്ച അവൻ അറിയാണ്. കേട്ടെന്ന് പെട്ടക്കാൻ തുടങ്ങുകയാണ്. അലറി കരയാണ്. ഇതിന്റെ ഇടയിൽ ഈ കള്ളം പറയുന്നുണ്ട്, സാറേ അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. പക്ഷെ അവര് വെടിവെച്ചത് ഞാനല്ല സാറേ, അത് വേറൊരുത്തനാ, 3ാമതൊരുത്തനുണ്ട്. അവനാണ് മെയിൻ ആയിട്ടുള്ള ആള്. ഞാൻ അവനെ കുറിച്ചുള്ള എല്ലാ കാര്യം പറഞ്ഞുതരാം, പക്ഷെ എന്നെ വെറുതെ വിടുന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചോണ്ടേയിരിക്കുകയാണ്. അമ്മാതിരി വേദനയാണ് പോൾ അവനും കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇവനൊരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറേ ഡോക്ടറെ, അവൻ ആരാണെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ ഇത്രയൊക്കെ ഇവിടെ നടന്നില്ലേ, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ അവനെ തേടി പോണ്ട, അവൻ നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തു, ദയവ് ചെയ്തിട്ട് എന്നെ വെറുതെ വിട് സാറേ. ഇമാതിരി നാറിത്തരം കാണിച്ച് ചെറ്റത്തരം കാണിച്ച് എന്റെ കുടുംബത്ത് കയറി കളിച്ചിട്ട് ഞാൻ നിനക്ക് മാപ്പ് തരണല്ലേ? ആയിക്കോട്ടെ, മാപ്പ് തരാൻ ഞാൻ എന്തായാലും പോവാട്ടോ ചേർക്ക. ഇതും പറഞ്ഞുകൊണ്ട് പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. കയ്യിലൊരു ചങ്ങല ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തില് ഇവനൊരു ട്രാപ്പിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് ഇവന്റെ ബോധം തിരിച്ചു വരുത്തിച്ചത്. എന്തായാലും പോൾ നടന്നു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചങ്ങല അത് വലിയാണ്. മാത്രമല്ല ഇവന്റെ മുകളിലായിട്ടുണ്ടായിരുന്ന ആ ഒരു കാറ് അതങ്ങോട്ട് താഴേക്ക് വീഴാണ്. ഇതിന്റെ അടിയിൽപ്പെട്ട് ഇവൻ ചതഞ്ഞരഞ്ഞു പോകുന്നുണ്ട്. ഇതിനുശേഷം പോൾ നേരെ മകളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൾ ഇപ്പോഴും കോമയിലാണ്, ബോധം വന്നിട്ടില്ല. എന്നാൽ 3ാമത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കള്ളനെ, മകളെയും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള ലൂസിയും ഷൂട്ട് ചെയ്തവനെ അവൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ ഒരു ആശയക്കുഴപ്പത്തിൽ അവൻ ഇരിക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അയച്ചത് മറ്റാരുമല്ല, 3ാമത്തെ ആ ഒരു കള്ളനായിരുന്നു. 3ാമത്തെ കള്ളന് ഈ ഒരു വിവരമൊക്കെ എങ്ങനെ കിട്ടിയെന്നല്ലേ? അതായത് ആ ഒരു ഫിഷ് ഉണ്ടല്ലോ, അവന് നന്നായിട്ട് തന്നെ നീ 3ാമത്തെ കള്ളനെ കുറിച്ച് അറിയാം. പക്ഷേ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു കള്ളന് ഈ 3ാമത്തെ കള്ളനെ കുറിച്ചൊന്നും അറിയില്ല. ഈ 3ാമത്തെ കള്ളൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇന്റലിജന്റ് ആയിട്ടുള്ള, റൂത്ത്ലെസ് ആയിട്ടുള്ള, ദയയില്ലാത്തൊരു വൃത്തിയായിട്ട് കള്ളനാണ്. അപ്പൊ അവരിങ്ങനെ പറയുന്നത്, പോളിനോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, നമുക്ക് എന്തായാലും നേരിട്ട് കാണാം, ഈ ബാറിലേക്ക് നീ വാ, ഞാൻ അവിടെ ഉണ്ടാന്ന് പറയണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോള് നേരെ ആ ഒരു ബാറിലേക്ക് ഹുഡി ഇട്ടുകൊണ്ട് പോവാണ്. സത്യം പറയുകയാണെങ്കിൽ 3ാമത്തെ ആ ഒരു കള്ളിന് നമ്മുടെ പോളിനെ കണ്ടാൽ മനസ്സിലാവും. എന്നാൽ പോളിന് ആ ഒരു കള്ളിനെ കണ്ടാൽ അറിയില്ലല്ലോ. ആ ഒരു ബാറിലൂടെ അവൻ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇപ്പൊ കോള് വരികയാണ്, ബാത്റൂമിലേക്ക് ചെന്നോ, ഞാൻ അവിടെ ഉണ്ടാന്ന് പറയണം. അങ്ങനെ പോള് നേരെ ആ ഒരു ബാത്റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ അതൊരു അബദ്ധമായി പോയിട്ടോ. എന്താ വെച്ചാൽ വെറുതെ ഈ 3ാമത്തെ കള്ളൻ അങ്ങോട്ടേക്ക് ഈ പോളിനെ വിളിച്ചു വരുത്തില്ലായിരുന്നല്ലോ, അതൊരു ട്രാപ്പായിരുന്നു. പോള് അതങ്ങോട്ട് മനസ്സിൽ കണ്ടില്ല. പെട്ടെന്ന് തന്നെ ബാത്റൂമിലേക്ക് എത്തിയപ്പോൾ പടപടപടയെന്നിട്ട് വെടി പൊട്ടുകയാണ്. അതിലൊരെണ്ണം കൈന്റെ സൈഡിലൂടെ പോകുന്നുണ്ട്, ചെറുതായിട്ടൊന്നും മുറിയാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോളിനൊരു കാര്യം മനസ്സിലായി, ആൾ ആരാണെന്ന് അറിയാതെ ഈ ആൾക്കൂട്ടത്തിൽ അവൻ ആക്രമിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോൾ നിരപരാധികൾക്ക് വെടിയേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടല്ലോ, അതിലേക്ക് ഷൂട്ട് ചെയ്യാണ്. കരണ്ട് പോയി. വെടിവെപ്പ് ആയതുകൊണ്ട് തന്നെ ആളുകൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. ഇതിന്റെ ഇടയിലൂടെ ആൾക്കാരുടെ കൂടെ തന്നെ നമ്മുടെ പോളും പുറത്തേക്ക് പോയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും ഇതേ സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് അവർ രണ്ടുപേരും എത്തുകയാണ്. ഇവരുടെ കാര്യമാണ് വിറ്റ്. എല്ലാം നടന്നു കഴിഞ്ഞാൽ ഇവര് വിവരം അറിയുള്ളൂ. ഇവർക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള എന്താ പറയാ രഹസ്യ വിവരങ്ങളൊക്കെ കിട്ടണ്ടേ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ? അങ്ങനത്തെ ഒരു തേങ്ങയും വാങ്ങി ഇവർക്ക് കിട്ടുന്നില്ല. എല്ലാം കഴിഞ്ഞേ കിട്ടുള്ളൂ. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് വന്നു നോക്കുമ്പോൾ ആംബുലൻസിൽ ഒരുത്തനെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ആളെ കണ്ടു എന്ന് പറയാണ്. എന്തായാലും ആ ആളെ കണ്ടല്ലോ, ഹുഡിമാൻ ആരാണെന്ന് അയാൾ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നേരെ അയാളുടെ അടുത്തേക്ക് ഈ ഇൻസ്പെക്ടേഴ്സ് ചെല്ലുകയാണ്. നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, ആ ഒരു 3ാമത്തെ കള്ളനായിരുന്നു. എന്നാൽ ഇവൻ കള്ളനാണ് എന്ന് ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ. 3ാമത്തെ കള്ളൻ ഒന്നും നോക്കിയില്ല. ആ ഒരു ഹുഡിമാൻ അത് ആരാണെന്നുള്ള കാര്യം പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ തന്നെയാണെന്നുള്ളത്. ഇതേ സമയത്ത് തന്നെ കയ്യിൽ ചെറുതായിട്ട് പരിക്കേറ്റല്ലോ. അതുകൊണ്ട് പോൾ വേഗം വീട്ടിലേക്ക് വരികയാണ്. അയാൾ എൻ്റെ ഒരു ഡോക്ടറല്ലേ, സ്വയം ചികിത്സിക്കുകയാണ്, സ്റ്റിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പോളിനെ കുറച്ച് ദിവസമായിട്ട് അവന്റെ ചേട്ടൻ ഫ്രാങ്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ യാതൊരു റെസ്പോൺസും ഇല്ല, കോൾ എടുക്കുന്നുമില്ല, തിരിച്ച് മെസ്സേജും ഇല്ല. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഫ്രാങ്ക് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഫ്രാങ്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, കുറച്ച് ഗണ്ണ്, അതുപോലെ തന്നെ ഒരു ഹൂഡി, മരുന്നുകൾ, ബ്ലഡ്, ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഈ ഒരു ഫ്രാങ്കിന് കാര്യം മനസ്സിലായി. അതായത് എല്ലാവരും തേടി നടക്കുന്ന ആ ഒരു ഹുഡിമാൻ അത് നീയാണല്ലേ. ആ ഒരു കാര്യം ഇപ്പൊ ഫ്രാങ്ക്
ഫ്രാങ്കിന് മനസ്സിലായി. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പോളും വരികയാണ്. ഈ സമയത്ത് ഈ സ്ഥലത്ത് ചേട്ടന് ഒരിക്കലും പോള് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഫ്രാങ്ക് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, പോളെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? നീ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നമ്മുടെ ജോർദാൻ ആരുണ്ടടാ? അവളെ ഒറ്റയ്ക്കല്ലേ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട കേട്ടോ, ഇതൊക്കെ നോക്കാൻ ഇവിടെ പോലീസുകാരുണ്ട്, നീ ഒന്നിലേക്ക് ഇനി പോണ്ടെന്ന് പറയുമ്പോൾ പോളിന് ദേഷ്യം വരികയാണ്. പോലീസുകാര് അവരെന്താടാ ചെയ്തത്? ഇത്ര ദിവസമായിട്ടും അവർക്കൊരു ലീഡ്, ഒരു സൂചനയെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അവരിവിടെ വെച്ച് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഞാനായിട്ട് ആയുധം എടുത്തു, ഞാനായിട്ട് തിരയാൻ വേണ്ടി ഇറങ്ങി, അതുകൊണ്ട് എന്റെ മകളെയും ഭാര്യയും ഉപദ്രവിച്ചവരെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. 2 എണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടെ അവനെ കൂടെ പിടിക്കാതെ, അവന്റെ കൊരവള്ളി കൂടെ ഇറക്കാതെ ഞാൻ നിർത്തില്ല ഈ ഒരു വേട്ട എന്ന് പറയാണ്. പോളിന്റെ ഒരു സംസാരത്തിൽ തന്നെ ഫ്രാങ്കിന് ഏകദേശം കാര്യം മനസ്സിലായി, ഇവൻ രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണെന്ന്. ഇതേ നേരത്ത് തന്നെയാണ് ആ 2 പോലീസുകാരും ഇങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ പോള് വാതിൽ ഓർക്കാൻ പോകുമ്പോൾ ഫ്രാങ്കിന് എന്തോ ഒരു പേടി പോലെ. ഫ്രാങ്ക് പറയാണ്, നീ ഇപ്പൊ പോണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന്, നീ ഇവിടെ തന്നെ ഇരിക്കുന്നു പറയാണ്. അങ്ങനെ ഇപ്പൊ ഫ്രാങ്ക് നേരെ പുറത്തേക്ക് പോയി. ഈ 2 പോലീസുകാർ വന്നിട്ട്, അല്ല നിങ്ങളുടെ അനിയനുണ്ടല്ലോ പോള്, അവനെവിടെ? ഈ നേരത്താണോ എന്ന് അവനെ ചോദിക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിലും വല്ല ആശുപത്രിയിലും പോയിട്ട് അന്വേഷിക്കുക, അവൻ അവിടെയല്ലേ ജോലി ചെയ്യുന്നത്, വെറുതെ രാത്രി സമയത്ത് മെനക്കെടുത്താനായിട്ട്. എന്തായാലും ഇതും പറഞ്ഞ് ഫ്രാങ്ക് വാതിലടക്കാണ്. പോൾ ഇവിടെ ഇല്ല എന്ന് കരുതിയിട്ട് പോലീസുകാർ 2 പേരും തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് വന്ന ഫ്രാങ്ക് അതുപോലെ തന്നെ പോള്, ഇവർ 2 പേരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും കോള് വരികയാണ്, നമ്മുടെ ജോർദാൻ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എല്ലാം നോർമലായിട്ട് വന്നിട്ടുണ്ട്, അവളിപ്പോ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പോളിപ്പോ നമ്മുടെ ജോർദാനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരാനായിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനല്ലോ. അപ്പൊ ആ ഒരു ലിഫ്റ്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. അതേ സമയത്തിന് ആ ഒരു ലിഫ്റ്റിലേക്ക് 3ാമത്തെ ആ ഒരു കള്ളനും വന്ന് നിൽക്കുകയാണ് കേട്ടോ, അച്ഛന്റെയും മകളുടെയും അടുത്ത് തന്നെ. പക്ഷെ നമ്മുടെ പോളിന് അറിയില്ല ഈ അടുത്തിരിക്കുന്ന ആളാണ് 3ാമത്തെ കള്ളനെന്ന്. എന്തായാലും പോളിപ്പോ മകളെയും കൂട്ടി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പോളിന് ഒരു കാര്യം ഉറപ്പാണ്, അവനും അതുപോലെ തന്നെ അവന്റെ മകളായിട്ടുള്ള ജോർദാനും ഒരിക്കലും സേഫ് അല്ല എന്ന്. അതുകൊണ്ട് തന്നെ ചേട്ടനായിട്ടുള്ള ഫ്രാങ്കിന്റെ അടുത്ത് ഇപ്പോ ജോർദാനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് നേരെ ആ ഒരു ഗണ്ണെല്ലാം വിൽക്കുന്ന ആ ഒരു കടയുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മുടെ പോള് ചെല്ലുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ നിന്നൊന്നും മേടിച്ചില്ല, എന്നെ ഇത്തവണ കാര്യമായിട്ടുള്ള പർച്ചേസ് തന്നെ പോള് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരിൽ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്, ചേട്ടനോട് പൊയ്ക്കോന്ന് പറയണം. അങ്ങനെ ഈ വീട്ടിലിപ്പോ പോളും അതുപോലെ തന്നെ ജോർദാനും മാത്രമേ ഉള്ളൂ. രാത്രി ആയപ്പോ തന്നെ പോളിനൊരു കാര്യം മനസ്സിലായി, വീട്ടിലേക്ക് ആരൊക്കെയോ ചില ആൾക്കാർ കടന്നിട്ടുണ്ടെന്ന്. വേഗം തന്നെ പോള് സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിയിലേക്ക് ജോർദാൻ മാത്രമല്ല അവളോട് പറയാണ്, കാര്യം വഷളായി എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വന്നു. അങ്ങനെ അവളെ അതിന്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. ഇത്തവണയും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് 3 പേരാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്റെ കുടുംബത്തെ എനിക്ക് നോക്കാൻ പറ്റിയില്ല, ഇത്തവണ ഞാൻ കാണിച്ചു തരാന്നുണ്ട്. 2ഉം കൽപ്പിച്ച് തന്നെ പോള് നേരെ വീടിന്റെ പല ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല കയറി വന്നതിൽ 2 എണ്ണത്തിനെ സ്പോട്ടിൽ തന്നെ കാച്ചിക്കളയാണ്. 3ാമത് ഒരുത്തൻ കൂടിയുണ്ട്. അന്ന് വന്നതിൽ ആ ഒരു പ്രധാന കള്ളനാണ് അവൻ. എന്തായാലും പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറകിൽ നിന്നും പോളിനെ ആക്രമിക്കുകയാണ്, അവനെ ചവിട്ടി വീഴ്ത്തി. പോളിന്റെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങളില്ല, ആ ഒരു സോഫയിൽ തെറിച്ച് വീണിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ ഇപ്പോൾ വെടിയുണ്ടിയും കയറിയിരിക്കുകയാണ്, ബ്ലീഡിംഗ് ഉണ്ട്, പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് പോള് വീണു എന്ന് മനസ്സിലാക്കി നമ്മുടെ ജോർദാന് അച്ചാന്ന് വിളിച്ച് കരയുന്നുണ്ട്. ഈ ശബ്ദം കേട്ടപ്പോ ഈ 3ാമത്തെ കള്ളം പറയണ, ഡാ ഞാൻ ആദ്യം ഇവിടെ വെച്ച് നിന്നെ കൊല്ലും, എന്നിട്ട് നിന്റെ മകളുടെ അടുത്തേക്ക് ഒരു പോക്ക് പോകുന്നുണ്ടാ, അവളെ കരയിപ്പിച്ച് ഞാൻ കൊല്ലുന്നു പറയാണ്. ഇത് പറഞ്ഞതേ ഈ 3ാമത്തെ കള്ളൻ ഓർമ്മയുള്ളൂ. അവിടെ ആ ഒരു സോഫയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ ടേബിൾ കണ്ടോ, ഇതിന്റെ കാലിനിട്ട് നമ്മുടെ പോള് ഒരൊറ്റ തട്ടിലാണ് ഒരു ഷെൽഫ് താഴ്ന്നു വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു മെഷീൻ കണ്ടായിരുന്നു, കയ്യിലേക്ക് എടുക്കുകയാണ്. പട 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 എത്ര ബുള്ളറ്റ് വന്നെന്ന് അറിയില്ല, ഈ കള്ളന്റെ നെഞ്ചാങ്കൂട് പൊളിഞ്ഞു പോവാണ്. ആഹാ അടിപൊളി. അങ്ങനെ ആ 3ാമത്തെ കള്ളന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മാത്രമല്ല ഇതുവരെയായിട്ടുണ്ടായിരുന്ന പോളിന്റെ ദേഹത്തുണ്ടായിരുന്ന ഓരോ പരിക്കും അത് ഇപ്പൊ ഉണ്ടായതാണെന്ന് പോള് പറയാണ്. മാത്രമല്ല ഇപ്പൊ നടന്ന ഈ ഒരു ഫയറിംഗിൽ ആ ഒരു ഗണ്ണിന് മുഴുവൻ ലൈസൻസ് ഉണ്ട്. അപ്പൊ ഒരു രീതിയിലും ഇനി പോലീസുകാർക്ക് ഇവനാണ് നമ്മുടെ പോളാണ് ആ ഒരു ഹുഡിമാനും തെളിയിക്കാൻ കഴിയില്ല. ആ രീതിയിൽ തന്നെ നമ്മുടെ പോൾ അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് പോളിനെ നോക്കിയിട്ട് പറയാണ്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമില്ല, അത് ജീവിക്കാൻ വേണ്ടി നീ ചെയ്തേ ഉള്ളൂ. എന്തായാലും ഓക്കെ, നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ജോർദാന് പഠിക്കാനായിട്ട് നല്ലൊരു അഡ്മിഷനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അവൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പോള് തിരിച്ചു വരുമ്പോൾ ഒരു കള്ളനുണ്ട്, ഒരാളുടെ ബേഗും അടിച്ചു മാറ്റിക്കൊണ്ട് അവിടുന്ന് പോകുന്നു. അതിപ്പോ പോള് കാണുകയാണ്. പോളിനെ ആ ഒരു കള്ളനും കാണുന്നുണ്ട്. പോൾ കയ്യെ വെറുതെ തോക്കുപോലെ ആക്കിയിട്ട് അവനെ ഫയർ ചെയ്യുന്നത് പോലെ കാണിക്കുകയാണ്. ഇതുപോലെ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.